ഹായ് ഫ്രണ്ട്സ്, ഞാൻ മേരി ടീച്ചർ. എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിൽ കോലഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ 2010-2011 ബെസ്റ്റ് ടീച്ചർ സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്. ഞാനൊരു പാരമ്പര്യ വൈദ്യമാണ്. പാരമ്പര്യ വൈദ്യത്തിൽ 4ാം തലമുറക്കാരി ആണ്. MSc സൈക്കോളജി, BSc നാച്ചുറോപ്പതി, MSc നാച്ചുറോപ്പതി, യോഗ, മെഡിറ്റേഷൻ, കൗൺസിലിംഗ് ഇതൊക്കെ ചെയ്യുന്ന ആളാണ് ഞാൻ. MSc അപ്ലൈഡ് സൈക്കോളജിയും പഠിച്ചിട്ടുണ്ട്. എനിക്കൊരു പ്രത്യേക കഴിവുണ്ട്. ഞാനൊരു INFJ പേഴ്സണാലിറ്റിയാണ്. INFJയുടെ പ്രത്യേകത ലോക ജനതയിൽ 0.5% പുരുഷന്മാർക്കും 2% സ്ത്രീകൾക്കും കിട്ടുന്ന പ്രത്യേക ഗിഫ്റ്റാണ് രോഗം അറിയാനുള്ള ഒരു കഴിവ്. ഇൻറ്റ്യൂഷനിലൂടെയും ഫീലിങ്ങിലൂടെയും ഞാൻ ഒരു പാരമ്പര്യ വൈദ്യ എന്ന് പറഞ്ഞു. ചെറുപ്പത്തിലേ തുടങ്ങി പച്ചമരുന്നുകളും അതിൻ്റെ ഉപയോഗങ്ങളും ഒക്കെ എൻ്റെ അപ്പൻ ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ പഠിച്ചത്. അതിനുശേഷം എനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടായ കുറച്ച് ബുദ്ധിമുട്ടുകൾ. എൻ്റെ ഹസ്ബൻഡിന് അറ്റാക്ക് വന്നു. പിന്നെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ കാല് മുറിക്കാനുള്ള ഒരു അവസരം വന്നു. പിന്നെ മകൻ ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് അതിന്നൊക്കെയും ഈ പ്രകൃതി ജീവനത്തിലൂടെ അത് രക്ഷപ്പെടുത്താനായിട്ട് എനിക്ക് സാധിച്ചു. അപ്പൊ അതുകൊണ്ട് ഇത് കൂടുതൽ പ്രചരിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒത്തിരി സെമിനാറുകളൊക്കെ നാട്ടിൽ സ്കൂളുകളിലും കോളേജുകളിലും അതുപോലെ തന്നെ കുടുംബശ്രീ, പള്ളികള്, അങ്ങനെ എല്ലായിടത്തും ഞാൻ നടത്തിയിരുന്നു. അപ്പോൾ ആ അറിവിന്റെ വെളിച്ചത്തിൽ 1996 എനിക്ക് ഇങ്ങനെ ഒരു 40ാമത്തെ വയസ്സിൽ ഒരു ക്രൈസ്റ്റ് കോൺഷ്യസോ അല്ലെങ്കിൽ എന്താ പറയാ കുണ്ടലിനി അവേക്കനിങ് എന്നൊക്കെ പറയുന്ന പോലെ ആ സമയത്താണ് എനിക്കിത് വെളിപ്പെട്ട് കിട്ടിയത്. ഞാൻ ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരു ബസ് യാത്ര ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ആളുടെ രോഗം എൻ്റെ ശരീരത്തിൽ അനുഭവപ്പെടും. ചെസ്റ്റ് പെയിൻ ആണ്, ഹാർട്ട് പേഷ്യൻ്റ് ആണെങ്കിൽ ചെസ്റ്റ് പെയിൻ. അങ്ങനെ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടി. അതെന്താണെന്ന് എനിക്ക് അറിയാനായിട്ടൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. കാരണം എനിക്കൊരു സ്ഥലത്ത് പോകാൻ പാടില്ല. കുട്ടികൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്ത് രോഗം ഉണ്ടെങ്കിലും അതെൻ്റെ ശരീരത്തിൽ അനുഭവിച്ചറിയും. അങ്ങനെ ഞാൻ വളരെയധികം ബുദ്ധിമുട്ട്. ഒത്തിരിയേറെ ആളുകളോട് അതിനെ കുറിച്ചിട്ട് അന്വേഷിച്ചു. അപ്പോൾ ആർക്കും ഒരു മറുപടി ഇല്ല. അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ്, ഒരു വൈദികന്റെ അടുത്ത് ഞാൻ പോയി. അപ്പോൾ പറഞ്ഞു, ടീച്ചർ ഒരു കാര്യം ചെയ്യാം, ആരോടും സംസാരിക്കണ്ട, ആരോടും ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും നടത്താനായിട്ട് തുടങ്ങി. അതിന്റെ വെളിച്ചത്തിൽ എനിക്ക് ഏത് സിംറ്റം, ഏത് രോഗത്തിനാണ് ഞാനിപ്പോൾ ഈ സൈക്കോളജി, പിന്നെ ഒത്തിരിയേറെ ഡോക്ടേഴ്സും വൈദ്യന്മാരായിട്ടും അതുപോലെ തന്നെ ഹോമിയോ ഡോക്ടേഴ്സൊക്കെ ആയിട്ട് ഞാൻ ഈ പഠിക്കാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെയും അവരായിട്ട് ഇപ്പോൾ മിക്കവാറും ആൾക്കാർ ഇംഗ്ലീഷ് വൈദ്യം പഠിക്കുന്ന ആൾക്കാരുണ്ടാവാം. പിന്നെ മറ്റുള്ള ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന എല്ലാവരും ഈ പ്രകൃതി ചികിത്സ പഠിക്കാൻ പോയെടുത്ത് വന്നായിരുന്നു. ഞാൻ ഒറ്റപ്പാലത്ത് നിള എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഞാൻ നാച്ചുറോപ്പതിയുടെ ബേസിക്കായിട്ട് പഠിച്ചത്. അപ്പോൾ അവിടെ പിന്നെ എൻ്റെ അമ്മാവൻ UR റാഫേൽ എന്ന് പറഞ്ഞിട്ട് സാറ് സെൻറ് തോമസ് കോളേജിൽ പ്രൊഫസറായിരുന്നു. അതിൽ നിന്നാണ് ഞാൻ നാച്ചുറോപ്പതിയിലേക്ക് വരാനുള്ള പ്രചോദനം ഉണ്ടായത്. എനിക്ക് ഒരു തലവേദന വന്നിട്ട് വർഷങ്ങളായിട്ട് മാറാണ്ട് ഒത്തിരി ട്രീറ്റ്മെൻറ്റുകൾ ഞാൻ ചെയ്തു. പക്ഷേ അതൊന്നും ഫലിക്കാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ നാച്ചുറോപ്പതിയിലേക്ക് വന്നത്. അങ്ങനെ ഒരു 10 ദിവസത്തെ ഉപവാസവും അതുപോലെ തന്നെ ഭക്ഷണ ക്രമീകരണത്തിലൂടെയൊക്കെ എൻ്റെ ശരീരത്തിലുള്ള ആ കഫം വളരെയധികം പുറത്തേക്ക് പോയി. അങ്ങനെ എനിക്ക് ആ പരിപൂർണ സൗഖ്യം ഇന്നേ വരെ, അതൊരു 82-ലൊക്കെയാണ് അത് സംഭവിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായിട്ടും 40 വർഷം കഴിഞ്ഞിട്ടും എനിക്ക് ഇന്നേ വരെ ആ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കത് ആവേശമായിരുന്നു, അത് മറ്റുള്ളവരെ അറിയിക്കുക, പ്രചരിപ്പിക്കുക എന്നുള്ളത്. കാരണം ഞാൻ ഒരു ബോൺ ഡോക്ടർ എന്ന് പറയാം. ജന്മനാ തന്നെ എന്നിൽ കഴിവുകൾ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇതിനോട് കൂടുതൽ ഇതാകാനും അതായത് ചികിത്സിക്കാനൊക്കെ പറ്റിയതും മറ്റുള്ളവരായിട്ട് ബന്ധപ്പെടാനൊക്കെ സാധിച്ചതും. പിന്നെ ഒരു ടീച്ചറായിരിക്കുമ്പോൾ അതിന് കൂടുതൽ ചാൻസുകളാണ്. 10 വർഷം ഞാൻ ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ ട്രെയിനിങ് കിട്ടിയതിൻ്റെ ഫലമായിട്ട് ടീച്ചേഴ്സിൻ്റെ ഇടയിലും ഈ പ്രകൃതി ചികിത്സയും എങ്ങനെ ആരോഗ്യത്തോടെ ജീവിക്കാം എന്നുള്ളത് പ്രചരിപ്പിക്കാനൊക്കെ എനിക്ക് സാധിച്ചു.
ഞാൻ കണ്ടുമുട്ടുന്ന ആളുകള് ഇപ്പൊ ഇങ്ങനെ എൻ്റെ ബോഡിയിൽ ഫീൽ ചെയ്യുമ്പോൾ അതിന്റെ സിംറ്റംസ് ചോദിച്ച് നോക്കി കഴിഞ്ഞിട്ട് അവരോട് എന്താണ് അസുഖം, അങ്ങനെ ഉണ്ടോ, അവിടെ ഉണ്ടോ, അപ്പൊ മിക്കവാറും ആളുകളും ഓടി എൻ്റെ അടുത്തേക്കൊന്നും വരുന്നില്ല. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ പോയി അവസാനമാണ് എന്നെ കാണാനായിട്ട് വരുന്നത്. അപ്പൊ അവരുടെ രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ ഞാൻ ചോദിക്കും എങ്ങനെയാണ്, എന്താണ് ഇത് പറ്റിയത്. അപ്പൊ അവര് ഇന്ന രോഗമാണ്, ഇന്ന രോഗമാണ്, ഇന്നത് പോലെയാണ്. ടീച്ചർ പറഞ്ഞത് ശരിയാണ്, ഇവിടെ ഉണ്ട് എനിക്ക് ഇന്നത് രോഗം. അങ്ങനെ ഞാൻ വർഷങ്ങള് കഷ്ടപ്പെട്ടിട്ട് നേടിയെടുത്ത ഒരു സംഭവമാണ് ഇത്. അപ്പൊ ഇന്നത്തെ സമൂഹത്തില് വളരെയധികം നമ്മൾ വിചാരിക്കാത്തതിലപ്പുറം മാരകമായിട്ടുള്ള രോഗങ്ങളാണ് പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കൾക്ക്. അപ്പൊ അവർക്കൊരു ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തണം എന്ന് ഈ ഉള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ രോഗം എന്താണെന്നും ആ രോഗത്തിന്റെ ലക്ഷണം ഞാൻ ഒരു ടെസ്റ്റ് പരീക്ഷ ലബോറട്ടറി ടെസ്റ്റുകളൊന്നും ഞാൻ നടത്തിയിട്ടില്ല. പക്ഷെ എൻ്റെ ജീവിതാനുഭവം ഞാൻ പങ്കുവയ്ക്കുകയാണ്. നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റാവുന്നവർക്ക് സ്വീകരിക്കാം. അതിൻ്റെ പോസിറ്റീവായാലും നെഗറ്റീവായാലും ഞാൻ പറയുന്നതിൽ വ്യത്യാസം തന്നെ നിങ്ങൾക്ക് തന്നെ. കാരണം എൻ്റെ ലക്ഷ്യം, എൻ്റെ ജീവിതം തന്നെ ഞാൻ ഇതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചതാണ്. അതിന്റെ പേരിൽ ഞാൻ കുറെ അനുഭവിക്കേണ്ടിയും വന്നു. അതൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ പറയും എന്താണ്, എങ്ങനെയാണ് ഞാൻ അനുഭവിച്ചതെന്ന് നോക്കുക. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ സമൂഹത്തിലെ ഒരു സാമൂഹ്യ പ്രവർത്തക, ഒരു പാലിയേറ്റീവ് കെയർ വളണ്ടിയർ, ഒരു അധ്യാപിക എന്നുള്ള നിലയ്ക്കൊക്കെ എനിക്ക് സമൂഹത്തിനോട് ഒരു കടപ്പാടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് കിട്ടിയ കഴിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം ഉപയോഗിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ പരമ്പര ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നന്മ വരട്ടെ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഈ സംരംഭത്തിൽ നിങ്ങളെല്ലാവരും പങ്കുചേർന്നുകൊണ്ട് ഒരു ആരോഗ്യ കേരളം കെട്ടിപ്പടുക്കാനായിട്ട് എന്നാൽ കഴിയുന്ന വിധം ചെയ്യാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 5 വർഷം ഞാൻ സൈലന്റ് ആയിരുന്നു. അതിന്റെ പിന്നിൽ ഞാൻ ഒത്തിരി വേദന അനുഭവിച്ചിട്ടുണ്ട്. ഇന്നും ഞാൻ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഇനി അങ്ങനെ എന്തും വന്നാലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള ആ വിശ്വാസത്തോടുകൂടിയിട്ടാണ് ഞാൻ ഈ പരമ്പര ആരംഭിക്കുന്നത്. ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കാനായിട്ട് സർവശക്തൻ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ആമ്പാറ്റ കൊഴിഞ്ഞു വീഴുന്ന പോലെ നമ്മുടെ യുവാക്കള്, പ്രത്യേകിച്ച് യുവാക്കള് മരിച്ചു വീഴുന്ന ഒരവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും സഹകരിക്കുക, മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യാം.